അങ്ങയെ തേടുന്നു. ജീവിക്കുന്ന ദൈവത്തിനായി എന്റെ ആത്മാവ് ദാഹിക്കുന്നു. രാപ്പകൽ കണ്ണുനീരന്റെ ഭക്ഷണമായി എവിടെ നിന്റെ ദൈവമെന്ന് ഓരോരുത്തരും എന്നോട് ചോദിച്ചു. എന്റെ ആത്മാവെ, നീ എന്തിനു വിഷാദിച്ചുഴലുന്നു? നീ എന്തിനു നെടുവേർപ്പെടുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ.
ചേരും ദൈവസ്തുതികളാൽ. മനുഷ്യന്റെ ജീവിതകാലം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് തഴച്ചു വളരുന്നു. കാറ്റടിക്കുമ്പോൾ അത് പോയി പോകുന്നു, അതിന്റെ സ്ഥാനം പിന്നെ ഒരിക്കലും ആരും അറിയുന്നുമില്ല. നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. എന്നെയും കാത്ത് വഴി കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാനെന്റെ വീട്ടിലമോദമായി, പറയല്ലേ പ്രിയരേ അരുതേയം. തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ, തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ. തമസിന്റെ കാലം കഴിയുമീ നേരം, തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. താരാട്ടുപാടുമെൻ കന്യാമാതാവും, താളം പിടിക്കും മാലാഖമാരും, തമ്പുരു നീട്ടും വിശുദ്ധ ഗണവും, തരളിതമാക്കുമെൻ ആത്മാവിനെ. തീരാത്ത സന്തോഷമോടെ നാഥന്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. തീരാത്ത സന്തോഷമോടെ നാഥന്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനാണ്. എന്റെ കർത്താവേ, ഞാൻ പ്രവർത്തിക്കും മഹിമയുടെ അന്തിമ വിധിനാളിൽ കർത്താവേ നീ അണയുന്നുണ്ടോ? കരുണയുടെ നിർത്തണമേ, നല്ലവരൊക്കെ വരം ഭാഗേ.
നിന്റേതാകുന്നു ആകാശവനെ ഭൂതലവും പാവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുക്തം. സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ. നിൻ ശോഭിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻസുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ബാബാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. നിരവധിയാവിൻ പാപങ്ങൾ പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുന്നവരെ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃപ്തി അനുഗ്രഹം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെന്നും പൊങ്ങി മുഴങ്ങും കാഹളനാഥം പൂജിതമല്ലോ. അന്ത്യമെഴാത്തോരവികലമോദം നുകരാമൃതരി മഹിമാവൊഴുകും മണവറയിങ്കിൽ ചേർക്കണമീശോ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവേ, ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുതിരിയാവാൻ കാത്തിരിക്കുന്ന ആൾക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലിന്റെ ഭാവിയെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിന്റെ പാപങ്ങളെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അകാലത്ത് ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസനേൽപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായി നീ തിരുതിയുടെ ദിവസത്തിൽ നിന്റെ ഈ ദാസിയെ വിളിക്കുകയും നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ വെറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായി വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ.
ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. സകലത്തിന്റെയും നാഥനും ദൈവവുമായി മിശിഹായി നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദേവദൂതന്മാരുടെ കമ്പടിയോടും കൂടി വാനഭയങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിലെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങൾ നീർക്കുകയും ദുഷ്ടങ്ങളിൽ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെയും നീ സ്വീകരിക്കണം. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വർദ്ധിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഭൗതിക ശരീരത്തിന് അന്ത്യോപചാരങ്ങൾ അർപ്പിക്കുന്നതിനും ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനുമായി നാം എല്ലാവരും ഈ ഭവനത്തിൽ ഒന്നുചേർന്നിരിക്കുകയാണ്. ഈ ശുശ്രൂഷകളിൽ പങ്കെടുത്തുകൊണ്ട് ഈ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട എബ്രാഹാം തറത്തട്ടേലനാണ്. അദ്ദേഹം ശുശ്രൂഷകൾ ആരംഭിക്കുക. പരിദേവിക്കുന്ന പാപികളെ നിത്യസംഗീതമായ ദൈവമേ, ഞങ്ങളുടെ പ്രവർത്തനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്തെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ചന്ദ്രത്തിരുവഞ്ചരിപ്പ് സുഗന്ധദ്രവ്യങ്ങളെയും പരിമള സസ്യങ്ങളെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിലും ഞങ്ങളുടെ പ്രവർത്തനമായി ഈ ചന്ദ്രത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മകനീയമായ തത്വത്തിന് നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമേ സർവീശ്വര. മനുഷ്യജീവിതം ബലിക്ക് തുല്യമാകുന്നു. പരിശോധന അർപ്പിക്കുന്നവനെ നിന്റെ ഒരു നാമത്തിന് സ്തുതിയും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും ഉണ്ടായിരിക്കാം. മനുഷ്യജീവിതം ബലിക്ക് തുല്യമാകുന്നു. പരിശോധന അർപ്പിക്കുന്നവനെ നിന്റെ ഒരു നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നാദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവ്, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. പരിശോധന അർപ്പിക്കുന്നവരെ നിന്റെ ഒരു നാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതത്തിന് മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്നവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. പരിശോധന അർപ്പിക്കുന്നവരെ നിന്റെ ഒരു നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഏൽപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായ എന്നേക്കും. ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ പാലകരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസിക്ക് വരമിന്നരുടേണം. വിശ്വാസനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാളിൽ ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർത്തേകും. വാക്യങ്ങൾ ശാന്തി വിളക്കുമകൾ
എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധയോഹന്നാൻ അറിയിക്കേണ്ട കർത്താവീശോം ശിവായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നവരെ നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവനുള്ളമായ പിതാവ് തന്റെ പുത്രനെയും ജീവനുള്ളമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാൻ അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവനുയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുയർപ്പിനുമായി പുറത്തു വരും. ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ദൈവത്തോടു കൂടിയ ഒരു ഭൗതിക ജീവിതത്തിൽ നിന്നും ദൈവത്തോടൊത്തുള്ള ഒരു ആത്മീയ ജീവിതത്തിനായി പുറപ്പെടുന്ന ലൂസി ടീച്ചറിന്റെ ഭൗതിക ശരീരത്തിന് അന്ത്യോപചാരങ്ങൾ അർപ്പിക്കുവാനും ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനുമായി നാം ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ഈ മതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മോട് ഇന്ന് ടീച്ചർ പറയുന്ന ഒരു നല്ല സന്ദേശമുണ്ട്. മരണമെന്ന ഈ യാഥാർത്ഥ്യം ലോകത്തിൽ തുറന്നു വീഴുന്ന ഓരോ കുഞ്ഞും സ്വീകരിക്കേണ്ടതാണ് എന്നുള്ള ഒരു സന്ദേശം. ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമുക്കറിയാം. നമ്മുടെ വിശ്വാസമനുസരിച്ച് മരണത്തിലൂടെ നാം മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. ഈ ലോക ജീവിതം മറ്റൊരു ജീവിതത്തിനായിട്ടുള്ള നിത്യജീവിതത്തിനായിട്ടുള്ള ഒരു പരിശീലന കാലഘട്ടമാണ്. ദൈവത്തോടൊത്തായിരിക്കുവാനും ദൈവത്തിന്റെ സന്നിധിയിൽ നിത്യമായി ജീവിക്കുന്നതിനും ആവശ്യമായ കൃപാവരങ്ങൾ ഈ ലോക ജീവിതത്തിൽ നിന്നാണ് നമ്മൾ ആർജിക്കുന്നത്. സഭയുടെ വിശ്വാസമനുസരിച്ച് 3 ഗണങ്ങളാണ് ഉള്ളത്: വിജയസഭ, സമരസഭ, സഹനസഭ. വിജയസഭ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ ലോകത്തിൽ ജീവിച്ച് അപ്പസ്തോലന്റെ വാക്കുകളിൽ ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്ത് ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി നീതിയുടെ കിരീടത്തിനായി നിത്യസമ്മാനത്തിനായി യാത്രയാകുന്നുവെന്ന അപ്പസ്തോലന്റെ വാക്കുകൾ. ഈ ലോക ജീവിതത്തിലൂടെ വിജയസഭയിലേക്ക് കടക്കുന്നവരും, എന്നാൽ സഹനസഭയിലേക്ക് കടന്നു പോകുന്നവര് ഈ ലോക ജീവിതത്തിൽ ജീവിച്ചു, എന്നാൽ പാപത്തിലും പുണ്യത്തിലും ജീവിച്ചുകൊണ്ട് തങ്ങളുടെ തെറ്റുകളെ തിരുത്തുവാൻ സാധിക്കാത്ത ഒരവസ്ഥയിൽ ജീവിച്ച് മരിച്ചവരാണ് സഹനസഭയിൽ ഉൾപ്പെടുന്നത്. ഈ സമരസഭ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ലോകത്തിലുള്ള ജീവിത അവസ്ഥയാണ്. നാം ഈ ലോകത്തോട് സമരം ചെയ്യുന്നു, ദൈവിക സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ കൃപകൾ കണ്ടെത്തുന്നതിന് വേണ്ടി.
അതുകൊണ്ട് അപ്പസ്തോലൻ നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്ന്. ഈ ലോകത്തിൽ നമ്മൾ ശരീരത്തിന് വേണ്ടിയിട്ടാണ് അധ്വാനം നടത്തുന്നത്, എന്നാൽ ശരീരത്തിൽ വസിക്കുന്ന ആത്മാവ് മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക ഉള്ളൂ എന്ന്. നമ്മിൽ നിന്ന് വേർപിരിയുന്ന ലൂസി ടീച്ചറിന്റെ ജീവിതത്തെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഞാൻ പറയാതെ തന്നെ ആ ഒരു സ്വഭാവത്തെയും ആ ഒരു ജീവിതത്തെയും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉത്തമ ബോധ്യത്തോടെ വിവേചിച്ച് അറിയുവാനായിട്ട് സാധിക്കുന്നു. തന്റെ ജീവിതം ദൈവത്തിന് സമർപ്പിതമാണെന്നും തന്റെ ഈ ലോക ജീവിതം കൊണ്ട് നിത്യജീവിതം കരസ്ഥമാക്കുവാൻ താൻ യോഗ്യയാണെന്നും തന്റെ ജീവിത കൊണ്ട് തെളിയിച്ച ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ലൂസി ടീച്ചർ. എന്റെ അറിവ് ശരിയാണെങ്കിൽ 2-3 വർഷങ്ങൾക്ക് മുൻപ് ആണ് ഈ രോഗം ടീച്ചറെ പിടികൂടിയത്. രോഗം എന്നതാണെന്ന് തിരിച്ചറിയുമ്പോൾ നാള് മുതൽ ടീച്ചർ ഈ കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതിനുള്ള ഒരുക്കമായിരുന്നു എന്ന് നമുക്കറിയാം. നമ്മെപ്പോലെ ലോകത്തില് ജീവിച്ച് ജനിച്ച് 61 വർഷക്കാലം കൊണ്ട് നല്ലൊരു മകളായി, നല്ലൊരു ഭാര്യയായി, നല്ലൊരു അമ്മയായി, നല്ലൊരു വല്യമ്മയായി ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്ന ടീച്ചർ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു. പിറവത്ത വെള്ളാപ്പള്ളി കുടുംബത്തിൽ നിന്നും വടുവഞ്ചേരി സണ്ണിച്ചേട്ടന്റെ ഭാര്യയായി കടന്നു വന്ന ഈ കുടുംബത്തിന്റെ പാരമ്പര്യങ്ങൾ, ഈ കുടുംബത്തിന്റെ ജീവിത ശൈലി, ഇതെല്ലാം സ്വന്തം ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് ആരോടും പരാതിയില്ലാതെ അല്ലെങ്കിൽ ആരോടും പരിഭവമില്ലാതെ തന്റെ ജീവിത കർത്തവ്യങ്ങൾ, കടമകൾ എന്താണെന്ന് വിവേചിച്ചറിഞ്ഞ് ആ കടമകളും തന്റെ ജീവിതത്തിൽ പകർത്തി ജീവിച്ച ടീച്ചറെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. വടുവഞ്ചേരി കുടുംബത്തെ പറ്റി പറയുമ്പോൾ ഒത്തിരിയേറെ ദൈവിക അനുഭവമുള്ള ഒരു കുടുംബമാണ്. ഈ കുടുംബത്തിൽ നിന്ന് നമുക്കറിയാം സൂസന്ന കൊച്ചമ്മ, സൂസന്ന സിസ്റ്റർ, അതുപോലെ കുടുംബത്തിലെ കാരണവന്മാരൊക്കെ സമൂഹത്തിന് നല്ല നല്ല മാതൃകകൾ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് കർത്താവിന്റെ സന്നിധിയിലേക്ക് പുറപ്പെട്ടവരാണ്. അവരുടെ ജീവിതത്തിന്റെ ചുവട് പിടിച്ച് ജീവിക്കുവാൻ അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ വരുന്നവരോട്, ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെടുന്നവരോട്, ഈ നാട്ടുകാരോട്, ഈ സമൂഹത്തോട് തങ്ങൾക്കും നല്ലൊരു ഉത്തരവാദിത്വമുണ്ട് എന്ന ബോധ്യത്തിൽ ജീവിച്ച ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ. അതുകൊണ്ടാണ് നല്ല മരണം പ്രാപിക്കുവാനായിട്ട് ടീച്ചറിന് സാധിച്ചത്. തനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞ നാൾ മുതൽ കർത്താവിന്റെ സന്നദ്ധിയിൽ കർത്താവിന്റെ സഹനത്തോട്, യേശുവിന്റെ സഹനത്തോട് തന്റെ സഹനത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിച്ചു എന്നുള്ളതാണ്. ടീച്ചറുമായിട്ട് എനിക്ക് അധികം പരിചയമൊന്നുമില്ലെങ്കിലും കുറച്ചു നേരത്തെ സംഭാഷണത്തിലൂടെ ടീച്ചർ അപ്രകാരം ഒരു ജീവിത ശൈലിയാണ് സ്വീകരിച്ചത്. തന്റെ സഹനം ഈ കുടുംബത്തിനും തന്റെ മക്കൾക്കും ഭർത്താവിനും ദൈവിക സാന്നിധ്യം, ദൈവാനുഗ്രഹം ധാരാളമായി ലഭിക്കണം. ആ സഹനത്തെ പരാതിയില്ലാതെ, പരിഭവമില്ലാതെ, കുറ്റങ്ങളില്ലാതെ അത് സ്വന്തമായിട്ട് അനുഭവിച്ച് തീർക്കേണ്ടതാണ് എന്ന ബോധ്യത്തോടുകൂടി ആ രോഗത്തെ ദൈവം തന്റെ വിശുദ്ധീകരണത്തിനായി നൽകിയ സഹനമായി സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുകയായിരുന്നു. അതുകൊണ്ട് ഉദാശകൾ സ്വീകരിക്കുവാനും കർത്താവിന്റെ സന്നിധിയിൽ തന്റെ ആത്മാവിനെ സന്തോഷപൂർവ്വം സമർപ്പിക്കുവാനും ഈ ടീച്ചറിന് സാധിച്ചു. നമ്മുടെ ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ ഈ ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലോക ജീവിതം ലോകത്തോടുള്ള യുദ്ധമാണ്. പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടെന്ന് വരാം, പല പല തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും നമ്മൾ അടിപ്പെട്ടുവെന്ന് വരാം. എങ്കിലും മനസ്സാന്തരത്തിലൂടെ, പശ്ചാത്തലത്തിലൂടെ ആ കുറ്റങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നുമെല്ലാം കരയേറുവാനായിട്ട് ദൈവം നമുക്ക് പല കാര്യങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. അതെല്ലാം സ്വീകരിക്കുവാനായിട്ട് ടീച്ചറിന് സാധിച്ചു. മരണത്തിന് മുൻപായി നല്ലൊരു കുമ്പസാരം, അതുപോലെ തന്നെ കർത്താവിന്റെ ശരീരവും രക്തവും സ്വീകരിച്ച് കൂദാശ, രോഗലേപനം എന്ന കൂദാശ സ്വീകരിച്ച് തന്നെ വിശുദ്ധീകരിച്ച്
തന്റെ ആത്മാവിനെയും ശരീരത്തെയും വിശുദ്ധീകരിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്ന ഈ ടീച്ചർ തീർച്ചയായിട്ടും വിജയസഭയിൽ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. എങ്കിലും ഈ ടീച്ചറിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിലുണ്ടായ തെറ്റുകുറ്റങ്ങൾക്ക് സർവശക്തനായ ദൈവം മാപ്പ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ടീച്ചറിനെ ഇന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് യാത്രയാകുന്ന ഈ അവസരത്തിൽ ഈ കുടുംബത്തെ മുഴുവൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രത്യേകിച്ച് ടീച്ചറിന്റെ ഭർത്താവായ സണ്ണിപ്പേട്ടനും മക്കൾക്കും കൊച്ചുമക്കൾക്കും കടുവഞ്ചേരി കുടുംബത്തിനും അനുശോചനം അറിയിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും അടുത്ത മുക്തിയോടും കൂടെ നിന്ന് കർത്താവെ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ ദുർമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിനെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ധ്യാനിക്ക് ഞങ്ങളുടെ പാവങ്ങൾ വായിക്കുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാ. കർത്താവിനിയാകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മനത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിക്കടലിൽ നിലവിൽപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ കാണും. സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. ജീവനുയരും ഞാനാകുന്നു കരയരുദേവം കരുണയോടന്തികമാർന്ന വിലേശൽ ശാന്തി പൊഴിഞ്ഞോ. സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ ഇനിയുള്ള ആലയാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മടിയെന്നെ എണീക്കുമാറാകട്ടെ. വിശ്വസ്തരെ പ്രത്യർഗവാക്കാന്റെ നിത്യാന്തത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ശരീരം നമ്മൾ ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ലോക ജീവിതത്തിൽ ദൈവം തനിക്ക് തന്ന എല്ലാം ഉപേക്ഷിച്ച്
ദൈവത്തിന്റെ സന്നിധിയിലേക്ക് യാത്രയാകുന്നതിൻ്റെ അല്ലെങ്കിൽ യാത്രയാക്കുന്നതിൻ്റെ ഒരു രീതിയാണ് ഇവിടെ. നല്ലൊരു വിലാപയാത്രയിലൂടെ, നല്ലൊരു യാത്രയപ്പിലൂടെ നമുക്ക് ടീച്ചറിനെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ആനയിക്കാം. നിങ്ങളെല്ലാവരും അതിനോട് സഹകരിക്കണം. നമ്മളിവിടെ നിന്ന് വാഹനത്തിലാണ് ദേവാലയത്തിലേക്ക് പോകുന്നത്. മറ്റ് വാഹനങ്ങളുള്ളവരെല്ലാം ഉടനെ തന്നെ വാഹനത്തിൽ പ്രവേശിക്കുക. മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വാഹനം ഏറ്റവും പിന്നിലായിരിക്കും. ബാക്കിയുള്ളവരെല്ലാവരും പെട്ടെന്ന് തന്നെ വാഹനത്തിൽ പ്രവേശിച്ച് അതിനുള്ള സജ്ജീകരണം ഒരുക്കണമെന്ന് സ്നേഹപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. പ്രിയരേ, നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല. പ്രിയരേ, നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ. ഇപ്പോൾ കാണാം അവിടെ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാം. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാം. പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ പിന്നിൽ മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളെ
എൻ കുറവുകളേതുമേ സഹിച്ചു. ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു. പ്രിയരേ, ഇനി മാപ്പു നൽകണേ. ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു. പ്രിയരേ, ഇനി മാപ്പു നൽകണേ. പ്രിയമോടെന്നെ ഓർക്കൂ. പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ. പ്രിയരേ, പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. പ്രിയമോടെന്നെ ഓർക്കൂ. പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ. പ്രിയരേ, എല്ലാവരും ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കണം. കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് ഹൈസ്കൂൾ ഉൾപ്പെടെ നമ്മളുടെ അതിരൂപതയിലെ വിവിധ സ്കൂളുകളിൽ പഠിപ്പിച്ച ലൂസി ടീച്ചറിലെ
ആത്മാവിന് നിത്യശാന്തി നേരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് അടുപ്പം ലൂസി ടീച്ചറിനെയല്ല, എൻ്റെ പ്രവർത്തന വീടിൻ്റെ ഏറ്റവും തൊട്ടടുത്ത അയൽപക്കത്ത് താമസിച്ചിരുന്ന ലൂസിയെയാണ്. ഈ അവസരത്തിൽ സണ്ണിയോടും അതുപോലെ മറ്റ് എല്ലാ ബന്ധുമിത്രാദികളോടും പ്രത്യേകിച്ച് മക്കളോടും അനുശോചനം പിറവം ഇടവകയിലെ എല്ലാ വൈദികരുടെയും പേരിൽ അറിയിക്കുന്നു. അതുപോലെ നടപടിയ പിതാക്കന്മാർ അവരുടെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ലൂസി ടീച്ചറിൻ്റെ ആത്മാവിന് നിത്യശാന്തി അവരുടെ പേരിൽ നേരുന്നു. നമുക്ക് ഈ അന്തിമോപചാരം നടത്തുക. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയന്തീശോ മൃതരാമഖിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളിടാൻ. അവർ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടൻ എഴുന്നേൽക്കും. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവർ അവസാനം വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. മേഘത്തേരിൽ നാഥനെ വെന്തള്ളും. മൃതരെ വിളിക്കും, ജീവനവർക്കേകും. ചെറിയവരും വലിയവരും പ്രിയരേ നിങ്ങൾ കരയരുതഖിലേശം. പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. അനുമോദനത്തിലേക്കും ഈശോനാഥ മരണവും ഉയരും. കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. സത്യവിശ്വാസത്തോടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സത്യങ്ങളാൽ ദൈവം പ്രസാദിപ്പിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗ്ഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രവർത്തനയാലും മിശിഹായോടുകൂടെ ഇയാളെ തന്റെ വലത്ത് ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളെ വേർതിരിക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാനപരീക്ഷ മരിച്ചവരെ ഏർപ്പിക്കണമേ. നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമൂതനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നയിക്കുകയും. കർത്താവേ, നിന്റെ പരിശുദ്ധമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു.
എല്ലാ നല്ലതായിട്ടുള്ള ആളുകൾക്കും ഈ അവസരത്തിൽ കുടുംബത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുക. നമ്മുടെ വിശ്വാസ ജീവിതപ്രകാരം ദേവാലയവുമായിട്ട് വളരെ അടുത്ത ബന്ധത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാമോദീസായിലൂടെ നമ്മൾ സഭയിലെ മക്കളാകുന്നു. ഇതെല്ലാം ജീവിതാവസ്ഥയിൽ പ്രവേശിക്കുമ്പോൾ ഒക്കെ നമ്മൾ ഉദാശകൾ ദേവാലയത്തിൽ വെച്ച് സ്വീകരിക്കുന്നു. ഇന്ന് ടീച്ചർ നമ്മളോട് യാത്ര പറയുകയാണ്. തന്നെ ഉദാശകൾ വഴിയായി പ്രഘോഷിപ്പിച്ച ദേവാലയത്തോടും അതിന് കാരണക്കാരായ വൈദികരോടുമൊക്കെ യാത്ര പറയുന്ന ഒരു അവസരമാണിത്. അതിനുശേഷം ബസലിക്ക നമ്മൾ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നു. സംസ്കാരത്തിന് ശേഷം എല്ലാവർക്കും കാപ്പി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വൈദികർക്കും സിസ്റ്റേഴ്സിനും പല മുറിയിലാണ് കാപ്പി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. സംസ്കാരത്തിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞ് കുർബാന ഉണ്ടായിരിക്കും. കുർബാനയ്ക്ക് ശേഷം നന്നായി ഉണ്ടായിരിക്കുന്നതാണെന്ന് അറിയിക്കുന്നു. പരിശുദ്ധ കുർബാനയാൽ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു മുതാശകളാൽ ആത്മാവിന്റെ വാഹനത്തിരിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയവാദികളുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് മറന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സത്യരാജ്യത്തിൽ നാം പ്രവേശിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സൃഷ്ടിക്കുകയും മരണവിധേയരാകുകയും മരണശേഷം ഉയർപ്പിച്ചാക്ഷരാകുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിടയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സോപ്പാട് നീനെ തിളയ്ക്കുക, ഞാൻ നിർമ്മലനാകും. ബഹുമാനവും സമർപ്പിക്കാം. പ്രസാദിപ്പിക്കട്ടെ. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദീർഘത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദീർഘത്താൽ ഈ കപടം പവിത്രീകരിക്കണമേ. നമ്മെ രക്ഷിക്കപ്പെട്ടവന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ ആരാധിച്ചു വണങ്ങുന്നു. ഞങ്ങൾക്കുദ്ധാനം രക്ഷയുയരും നൽകുന്നു. ആകാശം ഭൂമിയിൽ നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ വ്രതനായുസ്സും. പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ ഞങ്ങളിതോ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മധ്യശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു. നാഥ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. പരിശുദ്ധൻ 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 ഞങ്ങൾ കേൾക്കണമേ. ഭാവിക്ക് ബുദ്ധി കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവ്, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മലാഹമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, ഞങ്ങൾ ആരാധിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവിൻ ദാസേവിധി നാളിൽ കാഹള സംഗീതം പിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയമണിഞ്ഞൊരുവൻ
നിന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവെ നീ എന്തിനു നിരാശപ്പെടുന്നു? നീ എന്തിനു വിഷാദിച്ചു കലങ്ങുന്നു? നീ ദൈവത്തെ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞാൻ ചെടി വിളിക്കുന്നു. മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആർത്തനേർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമുള്ളവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഓർഷത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ഒന്നിച്ചു പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും ജീവിച്ചില്ലേ? പ്രിയരേ, ഇനി ഞാൻ യാത്രയായിടട്ടെ. ഒന്നിച്ചു പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും ജീവിച്ചില്ലേ? പ്രിയരേ, ഇനി ഞാൻ യാത്രയായിടട്ടെ. പ്രിയമോടെന്നെ ഓർത്തിടണമേ. പ്രിയമോടെന്നെ ഓർത്തിടണമേ. ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ. ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ. പ്രിയമോടെന്നെ ഓർത്തിടണമേ. കർത്താവേ, ഞങ്ങളുടെ ആയുസ്സ് 70 വർഷമാണല്ലോ. ഏറിയാൽ 80 വർഷമുണ്ടാകും. അതിൽ വലിയൊരു ഭാഗം അധ്വാനവും സങ്കടവുമായി കഴിയുന്നു. ഹൃദയവിജ്ഞാനം പ്രാപിക്കുവാനായി ഞങ്ങളുടെ ആയുസ്സിന്റെ ഹ്രസ്വത ഞങ്ങൾക്ക് മനസ്സിലാക്കി തരയണമേ. ദൈവമായ കർത്താവിന്റെ അനുഗ്രഹം നമ്മുടെ മേലുണ്ടാകുമാറാകട്ടെ. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ, എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജീവിക്കുന്ന ദൈവത്തിനായി എന്റെ ആത്മാവ് ദാഹിക്കുന്നു. രാപ്പകൽ കണ്ണുനീരെന്റെ ഭക്ഷണമായി. എവിടെ നിന്റെ ദൈവമെന്ന് ഓരോരുത്തരും എന്നോട് ചോദിച്ചു. എന്റെ ആത്മാവെ, നീ എന്തിനു വിഷാദിച്ചുഴലുന്നു? നീ എന്തിനു നെടുവേർപ്പെടുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. സു
തന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. പൈതലമ്മതന്മാരിലായി ചേർന്നുറങ്ങുന്ന ശാന്തത, പൈതലമ്മതന്മാരിലായി ചേർന്നുറങ്ങുന്ന ശാന്തത എന്റെ ആത്മാവിനേകുവാൻ ദൂതനുണ്ടെന്റെ ചാരത്ത്. എന്റെ ആത്മാവിനേകുവാൻ ദൂതനുണ്ടെന്റെ ചാരത്ത്. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ.
മനുഷ്യന്റെ ജീവിതകാലം ഉൾക്കൊടിക്കു തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് തഴച്ചു വളരുന്നു. കാറ്റടിക്കുമ്പോൾ അത് പോയിപ്പോകുന്നു, അതിന്റെ സ്ഥാനം പിന്നെ ഒരിക്കലും ആരും അറിയുന്നുമില്ല. നിത്യത തന്നിൽ പോകുന്നു ഞാൻ, നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. എന്നെയും കാത്ത് വഴി കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാനെന്റെ വീട്ടിലമോദമായി, പറയല്ലേ പ്രിയരേ അരുതേയെന്ന്. തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ, തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ. തമസിന്റെ കാലം കഴിയുമീ നേരം, തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. താരാട്ടുപാടുമെൻ കന്യാമാതാവും, താളം പിടിക്കും മാലാഖമാരും, തമ്പുരു മീട്ടും വിശുദ്ധഗണവും, തരളിതമാക്കുമെൻ ആത്മാവിനെ. തീരാത്ത തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. തീരാത്ത തീരാത്ത സന്തോഷമോ